ആലപ്പുഴ കലവൂരിൽ കൊല്ലപ്പെട്ട സുഭദ്രയെ അറിയാമെന്ന് കേസിൽ പോലീസ് തിരയുന്ന മാത്യൂസിന്റെ കുടുംബം. ശർമ്മളയും സുഭദ്രയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതുകൊണ്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായെന്ന് മാത്യൂസിന്റെ പിതാവ് ക്ലീറ്റസ് പറഞ്ഞു. അവർ കുറച്ച് പൈസയൊക്കെ കടം കൊടുക്കുകയും പലിശ കൊടുക്കുകയും അങ്ങനെയൊക്കെ അവർ മാതൃക്കന്മാരാരുമില്ല. അങ്ങനെയൊക്കെ അവർ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു പെൺപിള്ളയായിരുന്നു. ഇവർ നേരത്തെ തന്നെ എൻ്റെ അടുക്കൽ നിന്ന് പൈസ ഇവരുടെ അടുക്കുന്ന പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ശർമ്മള കല്യാണത്തിന് മുൻപ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഈ പെണ്ണുമ്പിള്ള ഇവിടെ വന്ന സമയത്ത് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ ഇടക്ക് അപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞ് അത് വന്നത് ഈ കാശിന് വേണ്ടിയിട്ടാണ്. അവർ 7000 രൂപ ഇവർ ശർമ്മള മേടിച്ചിട്ടുണ്ട്. ആ കാശ് എനിക്ക് കിട്ടണം, കിട്ടിയെങ്കിലേ പോകാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നമുക്കത് നാണക്കേടല്ലേ. ഈ വീട്ടിലാണ് കാശിന് വന്നത്. അപ്പോൾ നാണക്കേടല്ലേ. അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാനത് 2 ട്രിപ്പായിട്ട് ആദ്യം 3500 കൊടുത്ത് പിന്നെ 3500 രൂപ കൊടുത്ത് ഇവരെ ഒഴിവാക്കിയാണ് ചെയ്തത്. കാശ് കൈ കൊടുത്ത് ഇവരെ കൊണ്ട് എറണാകുളത്തേക്ക് വണ്ടി കയറ്റി വിടുകയാണ് ചെയ്തത്. മനീഷ് മൊഹിബാൽ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. മനീഷ്, വിശദാംശങ്ങൾ. SKN ഈ കൊലപാതകം നടത്തി എന്ന് പറയുന്ന പ്രതികൾ മാത്യൂസിനെ പറ്റിയും ശർമ്മിളയെ പറ്റിയും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. ഇരുവരുടെ വിവാഹം നടന്നത് ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം ആദ്യ നാളുകളിൽ മാത്യൂസിൻ്റെ തന്നെ വീട്ടിൽ, നിലവിൽ മാത്യൂസിൻ്റെ പിതാവ് ക്ലീറ്റസിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ മാത്യൂസിൻ്റെ കുടുംബ വീട്ടിൽ ഇവർ താമസിച്ചു വന്നിരുന്നത്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവിടെ വഴക്കുണ്ടായി. പിന്നീട് ഇവർ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു എന്നാണ് ക്ലീറ്റസ് പറയുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട സുഭദ്ര ഈ കുടുംബ വീട്ടിലും വന്ന് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്യൂസിൻ്റെ കുടുംബത്തിന് സുഭദ്രയെ അറിയാം. സുഭദ്രയെ പരിചയപ്പെടുത്തുന്ന ശർമ്മളയാണ്. ശർമ്മളയുമായി മകൻ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ സുഭദ്രയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കല്യാണത്തിനടക്കം സുഭദ്ര പങ്കെടുത്തിട്ടുണ്ട്. ആൻറ്റി എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ശർമ്മളയുമായി പരിചയപ്പെടുത്തുന്നതിന് ശർമ്മള എറണാകുളത്തെ ഒരു അനാഥാലയത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ നിന്നാണ് മാത്യൂസുമായി പരിചയപ്പെടുത്തുന്നത്, പിന്നെ വിവാഹം കഴിക്കുന്നതും ഒക്കെ ചെയ്തത്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. പണം തിരികെ ലഭിക്കാത്തതിൻ്റെ പേരിൽ സുഭദ്ര ഇവരുടെ വാടക വീട്ടിലടക്കം വന്ന് എത്തി ബഹളമുണ്ടാക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ മദ്യപാനത്തെ പറ്റിയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അതായത് സന്ധ്യ കഴിഞ്ഞാൽ എപ്പോഴും മദ്യപാനമാണ്. ഈ മാത്യൂസിനേക്കാൾ കൂടുതൽ മദ്യപിക്കുന്ന ആളാണ് ശർമ്മിള. മദ്യപിച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് പതിവാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് മാത്യൂസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു ശർമ്മിള. കൈ ഞരമ്പുകൾ മുറിഞ്ഞു പോയിരുന്നു. ഇത് സംബന്ധിച്ച് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തുടരന്വേഷണവുമായി പോകാൻ മാത്യൂസ് തയ്യാറായില്ല. പിന്നീട് ഈ പരാതി പിൻവലിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവരുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികരണങ്ങൾ നാട്ടുകാർക്ക് പറയാനുള്ളത് വളരെ മോശമായ കാര്യങ്ങൾ മാത്രമാണ്. ഇനി ഈ സുഭദ്രയെ അവസാനമായി കണ്ടതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളും ഈ കുഴിയെടുക്കുന്ന ദിവസത്തിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ പല ആളുകളും സുഭദ്രയെ കണ്ടിട്ടുണ്ട്. കുഴിയെടുക്കുന്ന ദിവസം വീട്ടിലെത്തിയപ്പോൾ പോലും ഈ കുഴിയെടുക്കാൻ വന്ന മേസ്തിരി അജയൻ സുഭദ്രയെ വീട്ടിൽ വെച്ച് കണ്ടു എന്ന മൊഴിയും കൂടി ഏറെ നിർണായകമാണ്. ഇനി ഈ കേസിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 1 മാസം മൃതദേഹത്തിന് പഴക്കമുള്ളത് കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ സങ്കീർണമാകും. ഒരുപാട് തെളിവുകൾ ഇത് സംബന്ധിച്ച് കൊലപാതകമാണെന്നത് തന്നെ പോലീസ് സ്ഥിരീകരിക്കുമ്പോൾ മറ്റ് തെളിവുകൾ കൂടി പോലീസിന് സമാഹരിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. SKN. ഓക്കെ, താങ്ക് യു മനീഷ് മൊഹിബാൽ.